സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ മുറിയിലേക്ക് വരുവാണ്. ആ സമയം ഋതുവിന് കട്ടക്കലിപ്പായിരുന്നു. കാരണം ഇന്ദ്രൻ തനിക്കെതിരെ അമ്മയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെ തിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം ഋതുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടവുകളും കാര്യങ്ങളൊക്കെ കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി തന്നെയും തൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് കാണിച്ചിട്ട് എല്ലാവരും പറ്റിക്കുവാണ്. പക്ഷെ തനിക്കെല്ലാം അറിയത്തുള്ളൂ ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന്. അതൊക്കെ ഋതുവിന് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഒടുവിൽ ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോൾ ഋതു ചോദിച്ചു, നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ എന്ത് ചോദ്യം ഋതു, ഞാൻ നിന്റെ ഭർത്താവല്ലേ, അപ്പം ഈ മുറിയിലല്ലേ ഞാൻ ഉറങ്ങണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അതൊക്കെ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തില്, ഇത് പൊന്നുമ്പടമാണ്, ഇതെൻ്റെ മുറിയാണ്, ഇവിടെ നിന്നെ കിടന്നുറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു, അതെന്തു വർത്താനോ ഋതു നീ പറയണത്, ഒന്നുമല്ലേലും നിന്റെ വയറ്റി വളർന്ന കുഞ്ഞിൻ്റെ അച്ഛനല്ലേ ഞാനെന്ന് ചോദിച്ചു. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ മിണ്ടരുത്, അധികം വൈകാതെ ആ കുഞ്ഞിനെ ഞാനങ്ങ് ഇല്ലാതാക്കൂടാ, പിന്നെ നീ എന്ത് പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുമെന്ന് എനിക്കൊന്ന് അറിയണം, അതിനുശേഷം നമ്മൾ തമ്മിലൊരു ഡിവോഴ്സ് നടക്കാൻ പോകുന്നേ, നിന്റെ ഭാര്യയായിട്ട് തുടരാനായിട്ട് ഞാൻ ഒരിത്തിരി പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. 1% പോലും ആഗ്രഹിക്കുന്നില്ല, അധികം വൈകാതെ നമ്മൾ തമ്മിൽ പിരിയും, പിന്നെ നീ എന്തെന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒന്ന് നിൽക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് ഋതു, ഒന്നുമല്ലേലും അധികം വൈകാതെ നീ ഒരു അമ്മയാൻ പോവല്ലേ, അമ്മ മിണ്ടരുത്, നീ നിന്റെ അടവും അഭ്യാസവും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മതി, എൻ്റെ അടുത്ത് വേണ്ട, പറഞ്ഞു കേട്ടല്ലോ, ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ മുറിയിലേക്ക് കയറിയേക്കരുത്. അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു, എടീ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ നീ പ്രസവിക്കും, ഈ ഇന്ദ്രനെ നിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, നമുക്ക് നോക്കാം ആരാ ജയിക്കണമെന്ന്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കണം ഈ മുറിയിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ബെഡ്ഷീറ്റും അവൻ്റെ പില്ലോയും എല്ലാം കൂടെ എടുത്ത് ഒറ്റയേറായിരുന്നു അവൻ്റെ മുഖത്തേക്ക്, കടന്നു പോയിക്കോണമെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഉന്തിത്തള്ളി പുറത്തേക്ക് ഇട്ടിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ്. ഇന്ദ്രന് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആത്മസമയം പാലിക്കണം, ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കും, ഇവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊരു ചിന്തയുണ്ടായി. പൂർണ്ണിമേനെ എങ്ങനെയായാലും സ്വാധീനിക്കണം, പൂർണ്ണിമ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ പലതും നടക്കും എന്നൊരു ചിന്ത ഇന്ദ്രൻ്റെ മനസ്സിലുണ്ടായി. പിന്നീട് ഇന്ദ്രന് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ പാവം എന്നുള്ള രീതിയിൽ നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് പൂർണ്ണിമ അച്ചും സേതു അവരൊക്കെ അവിടെ ഹാളിലുണ്ടായിരുന്നു. അപ്പം ഇന്ദ്രൻ ഇങ്ങനെ ബെഡ്ഷീറ്റും പില്ലോ ഒക്കെ പിടിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ പൂർണ്ണിമ വെച്ചു, ഇതെന്താ ഇന്ദ്ര, നീ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് വരുന്നത് എന്താന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ, ഋതു എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു. പുറത്താക്കിയെന്നോ? അവള് അതെ, എന്നോട് ആ മുറി കിടക്കണ്ടെന്നാ പറഞ്ഞേ, ഞാൻ അവളുടെ ഭർത്താവല്ല പോലും, അവളാ കുഞ്ഞിനെ നശിപ്പിക്കുന്ന അമ്മ പറയണേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയാൽ മതിയാവുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ആ കുഞ്ഞിനെ വെറുത്തിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എൻ്റെ ജീവൻ ആ കുഞ്ഞിനെ എനിക്ക് കാണാൻ ആഗ്രഹമില്ലേ, എനിക്ക് കുറച്ച് നാളോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് പുറത്തു വരും, എനിക്ക് ആ കുഞ്ഞിനെ വേണം, നഷ്ടപ്പെടുത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടം ഭാവിക്കുകയാണ്. അത് കേട്ടപ്പം അച്ചു പറഞ്ഞു, നീ എന്തേലും പറഞ്ഞു കാണും, ഒന്നും പറയാതെ ഋതു അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അച്ചു എന്നൊക്കെ പാവത്തം കളിച്ച് പറയണം. അത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, കുറേ നാളായി ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത്, അവളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് എന്തിനാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും പല്ലവി തടഞ്ഞു, വേണ്ടമ്മേ, അമ്മ ചോദിക്കാനൊന്നും പോണ്ട, ഋതുവിൻ്റെ സ്വഭാവം അറിയാലോ, ഒന്നാമത്തെ കാര്യം അവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക, ഈ സമയത്ത് അവളുടെ മനസ്സിന് ഒത്തിരി ബുദ്ധിമുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വയറ്റി വിടുന്ന കുഞ്ഞിനെയും കൂടെ ബാധിക്കുന്ന കാര്യം അറിയാലോ, നമ്മൾ അവൾക്ക് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിനെ എന്നപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞാൽ അവൾക്ക് മാനസികമായിട്ട് കുറേ സ്ട്രെസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഇങ്ങനെ അവളോട് നമ്മളിങ്ങനെ ദേഷ്യം കാണിക്കുകയോ അല്ലെങ്കിൽ അവൾക്ക് മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമല്ലേ, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യട്ടെ, ഇന്ദ്രനെ ഹാളിൽ എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇന്ദ്രൻ മുറിയിലല്ലേ പോയി കിടക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അച്ഛ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്കിള് മുറിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കുക, ഇന്ദ്രൻ അവിടെ കിടന്നോട്ടേന്ന് പറഞ്ഞു. അത് ശരിയാവത്തൊന്നുമില്ല, എങ്കിൽ പിന്നെ മിണ്ടണ്ടാന്ന് പറഞ്ഞു, കൂടുതൽ മിണ്ടണ്ടാന്ന് പറഞ്ഞു. ഒടുവിൽ ഇന്ദ്രൻ പറഞ്ഞു, ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാന്ന് പറഞ്ഞു. പൂർണ്ണിമയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം ഋതുവിന് ഭയങ്കര മാറ്റമാണ്, ഇന്ദ്രന് നല്ല മാറ്റം ഉണ്ടായിട്ട് പോലും ഇന്ദ്രനെ അവൾ വകവെക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പിന്നീട് സേതുവും പല്ലവിയും കൂടെ മുറിയിലേക്ക് കഴിഞ്ഞപ്പം സേതുവിനോട് പല്ലവി പറഞ്ഞു, ഇതൊക്കെ ഇന്ദ്രൻ്റെ അടവാ സേതുവേട്ടാ, കണ്ടില്ലേ, അയാളും ആ പ്രതാപനും കൂടി ചേർന്നിട്ട് നടത്തുന്ന പല നാടകങ്ങളും അത്,
പക്ഷെ ഋതുവിന് അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതാണ് ഋതു അവനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, അവനെ നന്നാക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഒരവസരം കൂടെ അവനെ ഞാൻ കൊടുത്തേക്കുക. ഈ തവണ അവൻ നന്നായില്ലെങ്കിൽ ഇനിയിപ്പോൾ അവന് ഒരിക്കലും ഞാൻ അവസരം കൊടുക്കില്ല. കാരണം മരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് വന്നാ, അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി അവൻ ഇന്ന് നന്നാവാനാ. പല്ലവി പറഞ്ഞു, ഋതുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട്. അവൾ ഒരിക്കലും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ കുഞ്ഞിനോട് അവൾക്ക് ഒരു തരുമ്പോ സ്നേഹമില്ല. കാരണം അറിയാലോ, ഈ ഇന്ദ്രൻ്റെ സ്വഭാവം തന്നെയാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മളാരും നിർബന്ധിച്ചല്ലോ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ, അവളുടെ സ്വന്തം ഇഷ്ടമല്ലായിരുന്നോ? അപ്പോൾ അതിൻ്റേതായ ശിക്ഷ അവൾക്ക് തന്നെ കിട്ടിയിരിക്കുക. ഇനിയിപ്പോൾ അതിനകത്തൊന്നും അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രൻ പുതച്ചു മൂടി നല്ല ഉറക്കമാണ് കിടന്ന് ഹാളിൽ കിടന്ന് സെറ്റിയൽ. ആ സമയത്ത് സേതു എഴുന്നേറ്റ് വരുന്നേ. അപ്പോൾ രാവിലെ ജോഗിങ്ങിനൊക്കെ പോകണം, വ്യായാമം കാര്യങ്ങളൊക്കെ വേണം. അത് ഇന്ദ്രനെ കൊണ്ട് വ്യായാമമൊക്കെ ചെയ്യിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2-3 വട്ടം വന്ന് ഇന്ദ്രനെ വിളിച്ചു. ഇന്ദ്രനാണെങ്കിലോ പോത്തുപോലെ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങുവാണ്, എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും പ്രതാപനും കൂടെ എങ്ങോട്ട് വന്നു. ഈ സമയം സേതു ഒട്ടും മടിച്ചില്ല. സേതു പോയിട്ട് കുറേ വെള്ളം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നൊരു കപ്പിനകത്ത്, എന്നിട്ടോ അവൻ്റെ തല വഴി അത് ഒഴിക്കുവാണ്. പുതപ്പ് മൂടിയെ കിടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇന്ദ്രൻ ചാടി എഴുന്നേറ്റു. എന്തായതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സേതുവിനെ കാണുന്നത്. സേതു, ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, സമയം എത്രയും നീ നോക്കിയോ? ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? രാവിലെ ജോഗിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നീ കിടന്ന് ഉറങ്ങിയാലോ, എഴുന്നേറ്റ് വാളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, അതിന്ന് വേണോ സേതു? വേണം, വരാതിരിക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനെയും കൊണ്ട് സേതു പോവാണ്. ഇന്ദ്രനാണ് ആകെപ്പാടെ ദേഷ്യം വരുന്നു. ശരിക്കും സ്വസ്ഥത സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് പ്രതാപന് നേരെ അടുക്കളയിലേക്ക് വരുവാണ്. ആ പൂർണിമ അടുക്കളയിലുണ്ടായിരുന്നു. പൂർണിമ പറഞ്ഞു, ചേച്ചി ഒരു ഗ്ലാസ് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപൻ പറഞ്ഞു, ഇന്ദ്രൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ട് കേട്ടോ. ഋതുവാണ് അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ മുമ്പത്തെ പോലെ ഒന്നുമല്ല, അവന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണിമ പറഞ്ഞു, അത് നീ പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാൻ, കണ്ടാൽ ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. പ്രതാപൻ പറഞ്ഞു, പക്ഷേ ഋതു അങ്ങനെയൊന്നുമല്ല, ഋതു അവനോട് പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ശത്രുവിനെ പോലെ കാണുന്നേ. ഋതുവിനെ ചേച്ചി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ നന്നാവാൻ തീരുമാനിച്ചു കഴിയുമ്പം അതിനോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ ചെയ്യണ്ടേ? അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഋതുവും പൂർണിമ തമ്മിൽ വഴക്കുണ്ടാക്കണം. അതായത് പൂർണിമ ഋതുവിനെ വെറുക്കണം, ഇന്ദ്രനോടൊപ്പം നിൽക്കണം. ആ ഒരു ചിന്താഗതിയായിരുന്നു പ്രതാപൻ്റെ ഉള്ളിൽ. അതൊക്കെ പറഞ്ഞു കൊടുത്ത ആളെ ഇന്ദ്രനാണ്. അങ്ങനെയൊക്കെ ഒടുവിൽ പൂർണിമ പറഞ്ഞു, അവളെ ഞാൻ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. ഗർഭിണി ആയതുകൊണ്ട് മാത്രം അവളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പൂർണിമ പറഞ്ഞു. അതേസമയത്ത് സേതു ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മയൂരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്യാം, വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞേ? അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പം ഞാൻ അതുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതെ അച്ഛനും അമ്മയൊക്കെ അധികം വൈകാതെ വരും, എൻ്റെ വിവാഹം നടത്തണമെന്നും പറഞ്ഞിട്ട് അവർ വരുന്നത്. സേതു പറഞ്ഞു, അങ്ങനെ വേണ്ടി കാര്യം ചെയ്യുക, അവർ വരണ സമയത്ത് പറ, അപ്പം അവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് മയൂരിയെ കാണാനായിട്ട് വരാം. മയൂരി അവർ കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അതിന് മയൂരിയുടെ പപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, സാറിന് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ആ ദേഷ്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിന് ഒരു ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മയൂരിയുടെ അടുത്തേക്ക് ലക്ഷ്മമ്മ വന്ന് ഉപദേശിക്കുന്നുണ്ട്, മോളെ നിന്റെ പപ്പായ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് നീ മുതിരല്ല, അറിയാലോ, ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം അതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മയൂരി പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് ശ്രീകാന്ത് തന്നെയായിരിക്കും. പിന്നെ ഞാനായിട്ട് കൊണ്ടുവന്ന ആലോചനയും കാര്യങ്ങളൊന്നുമല്ല, പപ്പ തന്നെയാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിലാണ് ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അറിയാലോ അമ്മയ്ക്ക്, ഞാൻ കൂടുതൽ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ മോളെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആയിക്കോട്ടെ, തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? ശ്രീകാന്തിനോട് ഇല്ലാ കഥകളൊക്കെ ഇന്ദ്രൻ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. അപ്പം എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ജീവിക്കുന്നുണ്ട് ശ്രീകാന്തിനോടൊപ്പം. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ശ്രീകാന്തിന് എന്നെ ഇഷ്ടമായിരുന്നു, ശ്രീകാന്ത് എന്നെ കൈയൊഴിഞ്ഞില്ല, അതുകൊണ്ട് അമ്മ ഇനി എതിരൊന്നും പറയരുതെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. കാരണം വേണുഗോപാലോട്ട് സമ്മതിക്കുന്നുമില്ല, മയൂരിയാണ് ഒട്ടും പിന്മാറുന്നുമില്ല. തനിക്ക് ഈ ബന്ധം തന്നെ വേണമെന്നുള്ള ഒറ്റ ഒരു നിലപാടിലായിരുന്നു.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.